ഒരാഴ്ച മുന്നേ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വീഡിയോ ആണ്. അങ്ങനെ ഒരു ദിവസം റയാനൊപ്പം നിന്നിട്ടാണ് ഞാൻ തിരികെ പോരുന്നത്. അപ്പോൾ എന്നെ കൊണ്ടാക്കാനായിട്ട് എൻ്റെ ബ്രദറും വൈഫും റയാനും ഉണ്ടായിരുന്നു. മലപ്പുറത്തേക്കുള്ള ബസ് വൈകിട്ട് 8:30-ക്കാണെങ്കിലും എനിക്ക് അഞ്ജലിയെ കാണണമെന്ന് കുറച്ച് നാളായി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവളെ കാണാനായിട്ട് അവളുടെ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ പാളയം വഴിയാണ് പോകുന്നത്. സ്വന്തം നാട്ടിലെത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, ഒരു പ്രത്യേക ഫീലാണല്ലോ. എൻ്റെ റോൾ മോഡൽ ആരെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ബ്രദറാണ്. അവന് വാപ്പച്ചിയും ഉമ്മച്ചിയും നല്ല എഡ്യൂക്കേഷൻ കൊടുത്തു. ബാക്കിയെല്ലാം അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതുമാത്രമല്ല സ്വഭാവവും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അവൻ എൻ്റെ ഇളയതാണെങ്കിൽ പല കാര്യങ്ങളിലും അവനോട് അഭിപ്രായം ചോദിച്ചാണ് ഞാൻ തീരുമാനം എടുക്കുന്നത്. ഇപ്പം അഞ്ജലീൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അവൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ടാറ്റ പറ എല്ലാവർക്കും. അങ്ങനെ അവിടെ നിന്ന് അഞ്ജലിൻ്റെ കൂടെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് മാനവീയ വീതിയിലേക്ക് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ എന്തോ പ്രോഗ്രാം കാരണം നിറയെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ പോലീസുകാരും ഒക്കെ നമ്മൾ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അഞ്ജലിയും കൂടെ അവിടെ നിന്ന് നൈസായിട്ട് പൊങ്ങി. പക്ഷേ ഞാൻ PSC പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇപ്പോൾ SI ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു, ആ മാഡം. പക്ഷേ അത് തന്നെയാണെന്ന് എനിക്ക് കൺഫേം ആവുന്നുമില്ല. അവരോടൊന്ന് പോയി ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പക്ഷെ അത് മനസ്സിലെന്തോ പോലെ. സമയമുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ കനകക്കുന്നിലേക്ക് വിട്ടു. അവിടെയും എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് വിഷയമില്ല. കമ്പനി അടിക്കുന്ന സ്വഭാവം ആയതുകൊണ്ട് അവിടെ കുറച്ച് സുന്ദരിമണികൾ നിൽപ്പുണ്ടായിരുന്നു. LLB സ്റ്റുഡൻസ് ആണ്. അവരോടൊക്കെ പരിചയപ്പെട്ട് അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നിഖിൽ. അവനെ കൊണ്ട് ഞങ്ങളുടെ വീഡിയോയൊക്കെ എടുപ്പിച്ചു. നല്ല കമ്പനിയായി ഒരുപാട് നേരം സംസാരിച്ച് നല്ല ചെക്ക്. അവൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവനെ മെൻഷൻ ചെയ്യാതെ നിങ്ങൾ അക്കൗണ്ട് കയറി നോക്കുക. നല്ലൊരു പയ്യൻ. അങ്ങനെ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞാനും അഞ്ജലിയും അവിടെ നിന്ന് ഇറങ്ങി. കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപിടി സുഹൃത്തുക്കളല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ കാണുമ്പോൾ അത്ര സന്തോഷമില്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ് ഇവളെ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.